ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കരുത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുഭാഷേട്ടൻ നിധിയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിട്ട് രാത്രി നമ്മളെ ഹരീഷിനെയും നികേഷിനെയും ഒക്കെ വിളിച്ചിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം എന്നുള്ള ലെവലിൽ ആളുകൾ ഇനിയും നിധിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും. അവരുടെ വായ നമുക്ക് അടച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെയാണ് നമ്മളെ സുഭാഷേട്ടൻ പറയുന്നത്. അപ്പോൾ അതിന് സുഭാഷേട്ടൻ കണ്ടൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും മാറി താമസിക്കണം എന്നാണ്. അതായത് സുഭാഷേട്ടനും ഹരീഷും നികേഷും അച്ഛനും ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം. ഇപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ സുധീഷും നിധിയും മാത്രം നിന്നാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആളുകൾ ഇമാതിരി വർത്താനൊന്നും പറയില്ലല്ലോ എന്നാണ് സുഭാഷേട്ടൻ ചിന്തിക്കുന്നത്. ഇത് കേട്ട പാടനെ നമ്മളെ ഉറങ്ങിക്കിടക്കുന്ന സുധീഷ് ഉണരുന്നുണ്ട് കേട്ടോ. സംഭവം സുധീഷ് ഉറങ്ങിക്കിടന്നിട്ടൊന്നുമില്ല. ഈ തീരുമാനമൊക്കെ കേൾക്കുമ്പോൾ ആൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്തായാലും സുധീഷ് ഉറങ്ങാത്ത സ്ഥിതിക്ക് ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ഏതായാലും നീ കേട്ടതല്ല, നിന്റെ ഒരു തീരുമാനം പറ എന്ന് പറയുന്നുണ്ട്. അന്നേരം തന്നെ നമ്മളെ സുധീഷ് നേരെ ചൊവ്വ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഹോസ്റ്റലിൽ പോയി നിന്നാൽ പോരെ. എന്തായാലും എൻ്റെ കൂടെ അവൾ ഒറ്റയ്ക്ക് ഒരിക്കലും താമസിക്കില്ല. ഇതെന്തായാലും ഈ ഒരു തീരുമാനം എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും ശരിയാവില്ല. നടക്കാൻ പോകുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയുന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഹരീഷിനും നികേഷിനും ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നമ്മളെ സുധീഷിന്റെ കൂടെ ഒരിക്കലും നിധി തനിച്ച് ഒരിക്കലും ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ള കാര്യം അവർക്കും ബോധ്യമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ സുഭാഷേട്ടൻ പറയുന്നത് ഇതെങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, അത് ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറയുമ്പോഴും ഇവർ വിശ്വസിക്കുന്നില്ല. കാരണം നിധിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതാണ്. സുധീഷിനോട് അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പം എന്തായാലും ഒറ്റയ്ക്ക് ഈ വീട്ടിലൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്, അവരും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും പോയി കിടന്നോളൂ, അല്ലാതെ ഇത് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കിടക്കുന്നുണ്ട്. കൂടെ നമ്മളെ നികേഷും അതുപോലെ തന്നെ ഹരീഷൊക്കെ പെട്ടെന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. സുഭാഷേട്ടനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, ഇത് എങ്ങനെയെങ്കിലും സാധിപ്പിക്കണം, എന്നാലേ ആളുകളുടെ വായ അടുപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആലോചനയിലാണ് കേട്ടോ ആള് നിൽക്കുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ സുഭാഷേട്ടൻ ഇങ്ങനെ നിധിയെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോഴേ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, ഇതൊരിക്കലും നടക്കില്ല, വെറുതെ ചോദിച്ച് എന്നെ നാണം കെടുത്താൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മേഡിലെ ചോദിച്ചേ പറ്റുള്ളൂ എന്ന് സുഭാഷേട്ടൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന നിധിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ കുടിച്ചതല്ലേ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലത്തെ കാര്യം എടുത്തിട്ടപ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നത്, അത് ഇന്നലെ അവിടെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തിനാ അതേക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അത് ഇനിയും ഫേസ് ചെയ്യണം എന്നാണ് നമ്മളെ നിധിയുടെ അഭിപ്രായം കേട്ടോ. അവരെയൊക്കെ നമ്മളെന്തിനാ പേടിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഡയറക്റ്റായിട്ട് കാര്യം പറയുന്നുണ്ട്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ നിധിയും സുധീഷും ഇവിടെ നിൽക്കണം, ഞങ്ങളെല്ലാവരും മാറി താമസിക്കുക എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ മാറി താമസിക്കണം, ഇത് നിങ്ങളുടെ വീടല്ലേ എന്ന്. പിന്നെ അവസാനം അവൾ സത്യം പറയുന്നുണ്ട് കേട്ടോ, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഈ വീട്ടിൽ നിന്നാലും സുധീഷിൻ്റെ കൂടെ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല എന്ന് അവൾ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുൻപ് തന്നെ സുധീഷ് പിന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ പറയുന്നുണ്ട്, സുഭാഷേട്ടൻ്റെ തീരുമാനത്തിൽ ഞാനൊരു പങ്കാളിയല്ല, അത് സുഭാഷേട്ടൻ എടുത്ത തീരുമാനമാണ്, ഞങ്ങൾ കേട്ട് നിന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം സുധീഷും കൂടി ഇൻവോൾവ്ഡ് ആയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തുന്നുണ്ടെങ്കിൽ അത് സുധീഷിന് നാണക്കേടല്ല. അതുകൊണ്ട് തന്നെ ആൾ നേരത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും സുധീഷ് വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. നിധി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മറ്റുള്ളവരുടെ കൂടെ നിന്നാലും സുധീഷിൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നില്ല, ഇതൊരിക്കലും നടക്കില്ല. മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഫേസ് ചെയ്ത് മതിയാവുള്ളൂ എന്നാണ് പറയുന്നത്. സുഭാഷേട്ടനെ എത്ര നിർബന്ധിച്ചിട്ടും നമ്മളെ നിധി ഒരു വഴിക്ക് വരുന്നില്ല. അവസാനം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടോ. അതിൻ്റെ പേരിൽ സുഭാഷേട്ടനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. സുധീഷ് ഞാൻ പറഞ്ഞതല്ല നേരത്തെ, ഇതെല്ലാവരും കൂടി എന്നെ നാണം കെടുത്തിയപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹരീഷ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത്. വേറെ ഒന്നുമില്ല, നീതുവിനെയാണ് ആലോചിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോളിംഗ് ഒന്നും ഇല്ലല്ലോ, അവൾക്ക് ഫോണൊന്നുമില്ല, അവളുടെ ഫോണൊക്കെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോണൊന്നും ഇല്ല, അപ്പോൾ യാതൊരുവിധ കോണ്ടാക്റ്റും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം തന്നെ നമ്മളെ സുധീഷിന് കാര്യം മനസ്സിലായി. അവളെയാണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ ആണ്, എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്, ഇന്നലെ തൊട്ട് എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഇന്നലെ മുതലാണ് നീ സിൻസിയറായിട്ട് അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട്. അവളിപ്പോൾ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ എന്നെ പൊക്കി പറയുന്നുണ്ട്, അവളുടെ വീട്ടുകാരെ വരെ എതിർത്ത് എന്നോട് കൂടെ നിന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾ അടിപൊളിയാണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കാണാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് കാണാൻ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ സുധീഷിനെ കളിയാക്കുന്നുണ്ട്, ഒരു പ്രേമം പോലും സെറ്റാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അസൂയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം സുധീഷ് തന്നെ തീരുമാനിക്കുന്നുണ്ട്, അവളെ പോയി കാണണം, നിധുവിനെ പോയി കാണാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റട്ടെ എന്ന് നമ്മളെ ഹരീഷ് പറയുമ്പോൾ നീ മാറ്റണ്ട, ഞാൻ പോയി ഒന്ന് ചേഞ്ച് ചെയ്ത് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്ക് എടുത്തിട്ട് നമ്മളെ നീതുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വീട് എത്തുന്നതിൻ്റെ കുറച്ച്
മുൻപ് തന്നെ ഹരീഷ് വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവൻ കാരണം നീതുവിന് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് നീ എന്തൊരു കാമുകനെ, കുറച്ച് ധൈര്യമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് സുധീഷ് ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഹരീഷിന് അത് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കോൾ ചെയ്യാൻ പറയുമ്പോഴാണ് നമ്മൾ ഹരീഷ് പറയുന്നത് അവളുടെ അടുത്ത് ഫോണൊന്നും ഇല്ലല്ലോ, ഞാൻ എങ്ങനെ വിളിക്കാനാണെന്ന് പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പം നമ്മൾ നീതുവിനെ പുറത്തെത്തിക്കും, അതായത് ഇവർ വന്ന കാര്യം നീതുവിനെ അറിയിക്കണമല്ലോ, അവളെ വെളിയിലേക്ക് വരുത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ജോലി കഴിഞ്ഞു മറ്റു വരുന്ന ഒരു സ്ത്രീ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ആന്റി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ സുധീഷിനെ ആട്ടുന്നുണ്ട് കേട്ടോ. ചേച്ചി നിനക്ക് എന്നെ കണ്ടിട്ട് ആന്റി ആണെന്ന് തോന്നിയോടാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ സുധീഷ് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അയ്യോ ഞാൻ അടുത്തേക്ക് വന്നപ്പോഴാണ് ആന്റി അല്ല ചേച്ചിയാണെന്ന് മനസ്സിലായതെന്ന്. അന്നേരം വീണ്ടും ആട്ടുന്നുണ്ട് ഞാൻ നിനക്ക് ചേച്ചിയാണോടോ, എന്നെക്കാളും എത്രയോ പ്രായമില്ലൂടെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് സുധീഷിനെ ആട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും സുധീഷിന് ആ കാര്യം സെറ്റ് ആവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവർ പോയി. അന്നേരം തന്നെ ഹരീഷ് കളിയാക്കുന്നുണ്ട് കേട്ടോ. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അന്നേരം സുധീഷ് പറയുന്നത് ഒന്ന് ചമ്മിപ്പോയി അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആ നേരെ അവളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അതും സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കി പോയതാണ്. പക്ഷെ ആൾക്ക് നമ്മളെ സുധീഷിനെ നേരത്തെ അറിയായിരുന്നു, സുധീഷിനെ തിരിച്ചു അറിയായിരുന്നു. രേഷ്മയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പരസ്പരം അറിയുന്ന ആളാണ്. അപ്പം അവരോട് പറയുന്നുണ്ട് എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തു തരുമോ, അവന് നീതുവായിട്ട് ഇഷ്ടത്തിലാണ്. നീതുവിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ചന്ദ്രേട്ടൻ്റെ മകളല്ലേ എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നീതുവിനോടൊന്ന് പുറത്തേക്ക് വരാൻ പറയുമോ, അവളുടെ ഒരു ഫ്രണ്ട് ഹരിതയാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ആ പെൺകുട്ടി നീതുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നീതു എന്ന് വിളിച്ചിട്ടാണ് പോകുന്നത്. കണ്ടപാടെ നീതുവിൻ്റെ അമ്മ എന്താ രേഷ്മ നീ നീതുവിനെ ചോദിച്ചു വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീതുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹരിത എന്നാണ് പേര്, അവർ പുറത്ത് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ നമ്മളെ നീതുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അവളുടെ അമ്മ. എന്തായാലും ഇനി ഹരിത ആരാന്നൊന്നും നമ്മളെ നീതുവിനെ അറിയില്ല. ഇനി മേ ബി ചിലപ്പം ഹരിത എന്ന് പറയുമ്പോൾ ഹരീഷുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർമ്മ വരുമായിരിക്കും. എന്തായാലും നീതു ഹരീഷിനെ കാണുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു രംഗം അഖിൽ കാണുന്നുണ്ട്. ഇനി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പേരിൽ നീതു ഇനി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ അവള് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. അവള് സ്ട്രോങ് പേഴ്സൺ ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇവരുടെ പ്രണയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ സുധീഷിന്റെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.